സിയെ കുറച്ച് കടുപ്പമാ. മാഡത്തിനെ അറിയിക്കണ്ടേ? വേണം. പിന്നെ ശ്വേത, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ കേസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് സംഘടിപ്പിക്കാനുണ്ട്. മാഡം വരുമ്പോ എല്ലാം ക്ലിയർ ആയിരിക്കണം. ആദ്യം മാഡത്തിനോട് സംസാരിക്കാം. ആരെങ്കിലും കാണേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാഡത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഹലോ പ്രമോദ്. ആ മാഡം, ഞാൻ സിയുടെ അടുത്ത് പോയിരുന്നു. കേസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ മാഡം നേരിട്ട് മുന്നിൽ എത്തണമെന്നാ പറയുന്നത്. ഗുഡ്. അയാളുടെ സംസാരത്തില് എന്തോ ഒളിപ്പിക്കുന്നത് പോലെ എനിക്കൊരു ഫീൽ. ആ തോന്നൽ പ്രമോദിന് മാത്രമല്ല, നിയമം പഠിച്ച എല്ലാവർക്കും ഉള്ളതാ. ബാക്കി കാര്യങ്ങൾ പറയേ. ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാഡം. മാഡം രാവിലെ എത്തുമ്പോഴേക്കും എല്ലാം ഓക്കെ ആയിരിക്കും. ഓക്കെ. ഫ്ലൈറ്റ് ഇറങ്ങി ഞാൻ നേരെ കോടതിയിലേക്കായിരിക്കും വരാം. ശ്വേത എവിടെ? കൂടെയുണ്ട് മാഡം. ചില പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ആരതി വർമ്മയാണ് കേസെടുത്തതെന്ന് അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് ചിലർ ബാർ കൗൺസിലിൽ നിന്ന് വിളിച്ചിരുന്നു. അഭിനന്ദനങ്ങൾ പറയാനാ. ഓ, നമുക്ക് നാളെ വിശദമായിട്ട് കണ്ടു കളയാം. ഓക്കെ, ഗുഡ് നൈറ്റ് പ്രമോദ്. ഗുഡ് നൈറ്റ് മാഡം. മാഡം നല്ല കോൺഫിഡൻസിലാ. മാഡം എപ്പോഴും അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ മാഡം ഒരിടത്തും തോൽക്കാത്തത്. അഡ്വക്കേറ്റ് ആരതി വർമ്മ എന്ന പേര് ഏതു കോടതിയിലും ആരെയും വിറപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട് അവളുടെ മനസ്സ്. സ്നേഹമുള്ളിടത്ത് വേദനയുണ്ടാവും. അവള് നിങ്ങളെ വെറുക്കാനോ? അതൊരിക്കലും ഉണ്ടാവില്ല. ആ സ്നേഹത്തിന്റെ ആഴം ഞാൻ കണ്ടിട്ടുള്ളതാ. മോളെ ഇപ്പൊ കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടാവോ? നമുക്ക് അങ്ങോട്ട് പോവാമോ? തിരുമേനി വരണ്ട, വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ. ഇതിന്റെയും ആവശ്യമില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ സ്ഥാനത്ത് നിന്ന് രാധയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങള് കോടതിയിലേക്കാ. അങ്ങേക്ക് ഞാൻ വാക്ക് തരുന്നു, രാധികയെ അങ്ങയുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. എന്റെ വാക്കാ. ആ, പ്രതിഭാഗത്തിന് വേണ്ടി പുതിയ വക്കീലാണല്ലേ? യെസ് യുവർ ഓണർ.
ആരതി വർമ്മയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഊന്നിയുള്ള കാര്യങ്ങളെല്ലാം കോടതി സഗൗരവം കാണുന്നുണ്ട്. വെൽക്കം. താങ്ക് യു യുവർ ഓണർ. യുവർ ഓണർ, പ്രതികൾക്ക് ജാമ്യം കൊടുക്കാവുന്ന യാതൊരു കാര്യവും നിലവിൽ സംഭവിച്ചിട്ടില്ല. അന്വേഷണത്തിന്റെ പുരോഗതി CI തന്നെ കോടതിയെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നതാണ്. അതിസമ്പന്നനായ വരുണിനെ ജാമ്യത്തിൽ വിടുന്നത് കേസിന്റെ തെളിവുകൾ നശിപ്പിക്കാനും കേസിൽ ഇതുവരെ ദൃക്സാക്ഷികളായവരെ സ്വാധീനിക്കാനും കാരണമാവും എന്നതുകൊണ്ട് പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടണമെന്നാണ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള എന്റെ അപേക്ഷ. ആരതി വർമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് യുവർ ഓണർ.